അങ്ങനെ കാത്തിരുന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ആദ്യഘട്ട ഫിക്സർ പുറത്തിറക്കി. ഈ മാസം 28 മുതൽ IPLന്റെ 19ാം പതിപ്പിന് തുടക്കമാകും. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. തൊട്ടടുത്ത ദിവസം മാർച്ച് 29-ന് മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ പോരടിക്കും. മാർച്ച് 30-നാണ് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന പോരാട്ടം. ചെന്നൈ സൂപ്പർ കിങ്സിനായി നമ്മുടെ സഞ്ജു സാംസൺ അരങ്ങേറ്റത്തിനിറങ്ങുന്നു. പക്ഷേ അരങ്ങേറ്റ മത്സരം ചെപ്പോക്കിലല്ല, ഗുവാഹത്തിയിലാണ്. എതിരാളികൾ സഞ്ജുവിന്റെ മുൻ ടീം കൂടിയായ രാജസ്ഥാൻ റോയൽസും. 14 വർഷം മുമ്പ് 2012-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു IPL അരങ്ങേറ്റം കുറിക്കുന്നത്. തൊട്ടടുത്ത വർഷം രാജസ്ഥാനിലെത്തി. ഇടക്കാലത്ത് 2 വർഷം ഡൽഹി ഡെയർ ഡെവിൾസിലേക്ക്. 2018-ൽ വീണ്ടും രാജസ്ഥാനിൽ. 2021-ൽ ക്യാപ്റ്റൻ. ടീമിനെ ഫൈനലിലേക്കും എത്തിച്ചു. അതേ രാജസ്ഥാനെതിരെ ഇനി ചെന്നൈ കുപ്പായത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ സഞ്ജുവിനെ ഇറങ്ങണം. അത്രമാത്രം വൈകാരികമായിരിക്കും ആ മത്സരവും മൊമെന്റും. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നാണ് വരുന്നതെങ്കിലും ചെന്നൈയിലെ ആദ്യ സീസണിൽ സഞ്ജു ബാറ്റർ മാത്രമായിരിക്കും. ക്യാപ്റ്റനായി ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, വിക്കറ്റിന് പിന്നിൽ MS ധോണിയും. എന്നാൽ അധികം വൈകാതെ സഞ്ജുവിനെ CSK നയിക്കാൻ ഏൽപ്പിക്കുമെന്നുറപ്പ്. നിലവിൽ ആയുഷ് മാത്രയും ഋതുരാജ് ഗെയ്ക്വാദുമാണ് ഓപ്പണർമാർ. ഓപ്പണർ അല്ലാതെ മറ്റൊരു പൊസിഷനിലും കളിച്ചിട്ടില്ലാത്ത ആയുഷ് അവിടെ തന്നെ തുടരും. അണ്ടർ-19 ലോകകപ്പിൽ രാജ്യത്തിനായി കിരീടമുയർത്തിയാണ് ആയുഷ് ഇത്തവണ ചെന്നൈയുടെ ക്യാമ്പിലെത്തിയത്. സഞ്ജു വരുന്നതോടെ ഋതുരാജ് 1-down പൊസിഷനിൽ കളിക്കാനാണ് സാധ്യത. ഓപ്പണിംഗിൽ സഞ്ജു നൽകുന്ന പോസിറ്റീവ് തുടക്കം ഏതൊരു ടീമും കൊതിക്കുന്നതിനാൽ സഞ്ജുവിനെ ഓപ്പണറാക്കി ക്യാപ്റ്റൻ ഒരു സ്ഥാനം താഴേക്കിറങ്ങും. സർഫറാസ് ഖാനും ശിവം ദുബെയും ഡവാൾ ബ്രവിസും അടക്കമുള്ള വമ്പനടിക്കാർ ശേഷം വരാനുണ്ട്. നദാൻ എല്ലിസും മാറ്റ് ഹെൻറിയും അക്കീൽ ഹുസൈനും നൂർ അഹമ്മദും ഉൾപ്പെട്ട ബൗളിംഗ് യൂണിറ്റും ചെന്നൈക്ക് കരുത്താണ്. 14.2 കോടി കൊടുത്ത് ചെന്നൈ സ്വന്തമാക്കിയ പ്രശാന്ത് വീർ അടുത്ത രവീന്ദ്ര ജഡേജയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അഭ്യൂഹങ്ങൾക്കിടെ രാജസ്ഥാൻ റോയൽസാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ റിലീസിംഗ് ഔദ്യോഗികമായി അറിയിച്ചത്. നീലക്കുപ്പായത്തിൽ ഒരു പയ്യനായി വന്നു. ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ക്യാപ്റ്റനോട്, ലീഡറോട്, ചേട്ടനോട് യാത്ര പറയുന്നു. എല്ലാത്തിനും നന്ദി. RR ജേഴ്സിയിലെ സഞ്ജുവിന്റെ 2 കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജസ്ഥാൻ എഴുതി. മുൻപൊന്നുമില്ലാത്ത വിധം ഈ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോ വാർത്തകൾക്കെല്ലാം വൻ ഹൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം പേർ ആഘോഷിച്ചത് സഞ്ജുവിന്റെ പേരും. ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിൽ MS ധോണി എന്ന ഇതിഹാസത്തിന് പിൻഗാമി എന്ന നിലയിൽ തന്നെ സഞ്ജുവിനെ വരവേറ്റു. ആവേശത്തിലെ റങ്കണ്ണന്റെ നാടിൻ നന്മകനെ പൊന്മകനെ എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് CSK സഞ്ജുവിനെ ആദ്യം അവതരിപ്പിച്ചത്.